നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 7-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്ത് പേപ്പർ നോട്ടുകൾക്ക് പകരം പോളിമർ, അതായത് പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള നടപടികൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ചതായിട്ട് RBI ഗവർണർ വ്യക്തമാക്കി. ഇന്നലെ നടത്തിയ പ്രത്യേക വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ പ്രാരംഭഘട്ടത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ പേപ്പർ കറൻസി നോട്ടുകളുടെ അച്ചടി ചെലവ് കേന്ദ്ര സർക്കാരിന് വൻ ബാധ്യത ഉണ്ടാക്കുന്നു എന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. പേപ്പർ നോട്ടുകൾ പെട്ടെന്ന് കേടാവുന്നതും അവ നശിപ്പിച്ച് കളയുമ്പോൾ ഉണ്ടാകുന്ന മൂല്യനഷ്ടവും ഒഴിവാക്കാനായിട്ട് പ്ലാസ്റ്റിക് നോട്ടുകൾക്ക് സാധിക്കും. പ്ലാസ്റ്റിക് കറൻസി എന്ന ആശയം റിസർവ് ബാങ്ക് ആദ്യമായി അവതരിപ്പിച്ച് ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് ഇപ്പോൾ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് അധികൃതർ വീണ്ടും മുന്നോട്ട് വരുന്നത്. നിലവിൽ കാനഡ, ഓസ്ട്രേലിയ എന്നീ വിദേശ രാജ്യങ്ങളിലുള്ള പ്ലാസ്റ്റിക് നോട്ടുകൾ ഇന്ത്യയിലെ കാലാവസ്ഥയ്ക്ക് എത്രത്തോളം അനുയോജ്യമാണ് എന്ന് പരിശോധിക്കുകയാണ് ആദ്യ ലക്ഷ്യം. ഇതിനായിട്ട് രാജ്യത്തെ വ്യത്യസ്ത ഭൂശാസ്ത്ര കാലാവസ്ഥാ വ്യതിയാനങ്ങളുള്ള 5 നഗരങ്ങളെ പരീക്ഷണാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ കൊച്ചിയും ഉൾപ്പെടുന്നു എന്നത് ശ്രദ്ധേയമാണ്. കൊച്ചി, മൈസൂർ, ജയ്പൂർ, ഷിംല, ഭുവനേശ്വർ എന്നീ നഗരങ്ങളെയാണ് ഇതിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 5 നഗരങ്ങളിലായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ 10 രൂപയുടെ 1 ബില്യൺ അഥവാ 100 കോടി പ്ലാസ്റ്റിക് നോട്ടുകൾ വിതരണത്തിന് ഇറക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ലാബുകളിൽ നടത്തിയ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷമാണ് നോട്ടുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് തീരുമാനിച്ചതെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ കടുത്ത ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയും ദൈനംദിന ഉപയോഗത്തെ നോട്ടുകൾ എത്രത്തോളം പ്രതിരോധിക്കുന്നു എന്നതും വിലയിരുത്തിയ ശേഷമായിരിക്കും രാജ്യം മുഴുവൻ പ്ലാസ്റ്റിക് നോട്ടുകൾ വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. സാധാരണ പേപ്പർ നോട്ടുകളെ അപേക്ഷിച്ച് പ്ലാസ്റ്റിക് നോട്ടുകൾക്ക് ആയുസ് കൂടുതലാണെന്നതും കള്ളനോട്ടുകൾ അടിക്കുന്നതൊക്കെ തന്നെ തടയാൻ ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഇവയിൽ ഉൾപ്പെടുത്താനായിട്ട് റിസർവ് ബാങ്കിന് എളുപ്പത്തിൽ കഴിയും എന്നതുമാണ് RBIയെ ഇതിലേക്ക് ഇപ്പോൾ ആകർഷിച്ചിരിക്കുന്നത്. അച്ചടി ചെലവ് ആദ്യഘട്ടത്തിൽ അല്പം കൂടുതലാണെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് രാജ്യത്തിന് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെയൊക്കെ തന്നെ വിലയിരുത്തൽ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗം അവസാനിച്ചു. അടിസ്ഥാന പലിശ നിരക്കായിട്ടുള്ള റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെയാണ് റിസർവ് ബാങ്ക് പുതിയ പണനയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം രാജ്യത്തിന്റെ GDP അനുമാനം RBI വെട്ടിക്കുറച്ചു. വരും ദിവസങ്ങളിൽ വിലക്കയറ്റം കടുക്കാൻ സാധ്യതയുണ്ടെന്നും റിസർവ് ബാങ്ക് ഗവർണർ വ്യക്തമാക്കി. അടിസ്ഥാന പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തിയത് ഭവന വായ്പ എടുത്തിട്ടുള്ളവർക്ക് വലിയ ആശ്വാസമാകും. റിപ്പോ നിരക്ക് ഉയർത്താത്തതിനാൽ തന്നെ ഭവന വായ്പകളുടെ പലിശ നിരക്ക് കൂട്ടാൻ ബാങ്കുകൾ ഉടനടി തയ്യാറാവില്ല. മറിച്ച് റിപ്പോ നിരക്ക് കൂട്ടിയിരുന്നുവെങ്കിൽ ആ വർധനവ് ബാങ്കുകൾ ഉടനടി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുമായിരുന്നു. എന്നാൽ പണപ്പെരുപ്പ് അനുമാനം ഉയർത്തിയ റിസർവ് ബാങ്കിന്റെ നടപടി അടുത്ത നയ അവലോകന യോഗത്തിൽ പലിശ നിരക്ക് കൂട്ടിയേക്കാനുള്ള സൂചനയാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേന്ദ്ര സർക്കാർ പാൻ കാർഡ് നിയമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ്. പുതിയ നികുതി നിയമങ്ങൾ പ്രകാരം ഉയർന്ന മൂല്യമുള്ള ചില പ്രത്യേക ഇടപാടുകൾക്ക് പാൻ കാർഡ് ഹാജരാക്കുന്നത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇനി മുതൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, ആഡംബര വാഹനങ്ങളുടെയൊക്കെ തന്നെ പർച്ചേസ്, വിദേശ യാത്രകൾ തുടങ്ങിയവയ്ക്ക് പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടി വരും. നിശ്ചിത തുകയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നെ വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലെ വലിയ നിക്ഷേപങ്ങൾക്കും പാൻ നിർബന്ധമാണ്. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള വലിയ തോതിലുള്ള പണമിടപാടുകളും ഇനി പാൻ കാർഡുമായിട്ട് ബന്ധിപ്പിക്കപ്പെടും. ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള മോട്ടോർ വാഹനങ്ങളുടെയൊക്കെ തന്നെ വിൽപ്പനയ്ക്കും വാങ്ങലിനുമൊക്കെ തന്നെ പാൻ കാർഡ് നിർബന്ധമാണ്. സേവിങ്സ് അക്കൗണ്ട് ഒഴികെയുള്ള ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നതിനും 50,000 രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപങ്ങൾക്കും പാൻ കാർഡ് വേണം. കൂടാതെ ഉയർന്ന തുക വരുന്ന ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് ബില്ലുകൾ അവ നേരിട്ട പണമായിട്ട് അടയ്ക്കുമ്പോഴും പാൻ വിവരങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. പാൻ കാർഡ് വിവരങ്ങൾ കൃത്യമായിട്ട് നൽകാതിരിക്കുന്നത് വലിയ പിഴ ശിക്ഷകൾക്ക് കാരണമാകും. കൂടാതെ പാൻ ഇല്ലാത്ത പക്ഷം ഉയർന്ന നിരക്കിൽ TDS ഈടാക്കാനും സാധ്യതയുണ്ട്. പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം പാൻ കാർഡ് അസാധുവായേക്കാം. അതിനാൽ തന്നെ പാൻ കാർഡ് ഉപഭോക്താക്കൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയായിട്ട് മാറുകയാണ് കർഷക ID അഥവാ ഫാർമേഴ്സ് ID. കിസാൻ സമ്മാൻ നിധി, കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC വായ്പകൾ, അതുപോലെ തന്നെ രാസവള സബ്സിഡി, വിള ഇൻഷുറൻസ്, മറ്റ് സബ്സിഡികൾ, വിളനാശത്തിനുള്ള പ്രത്യേക ധനസഹായം തുടങ്ങി കർഷകർക്കുള്ള എല്ലാവിധ ആനുകൂല്യങ്ങൾക്കും ഇനി മുതൽ ഈ ഒരു ഫാർമേഴ്സ് ID നമ്പർ നിർബന്ധമാണ്.
ഭാവിയിൽ കർഷകർക്കായിട്ട് ഒരു പ്രത്യേക ID കാർഡ് കൂടി വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കൃഷിഭൂമിയുള്ള എല്ലാവരും തന്നെ ഈ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ID അതിൻ്റെ കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വില്ലേജ് തലത്തിലും പിന്നീട് കൃഷിഭവൻ മുഖാന്തരവും ഇതിൻ്റെ വെരിഫിക്കേഷൻ നടപടികളൊക്കെ തന്നെ നടക്കും. ഇത് പൂർത്തിയായി അപ്രൂവൽ ലഭിക്കുന്നതോടെയാണ് നമുക്ക് കർഷക ID ജനറേറ്റ് ആകുന്നത്. ഈ ID നിലവിൽ വരുന്നതോടുകൂടി ആനുകൂല്യങ്ങൾക്കായിട്ട് ഓഫീസുകൾ കയറിയിറങ്ങി മറ്റു രേഖകളൊന്നും തന്നെ ഹാജരാക്കേണ്ടി വരില്ല. കാരണം ഈ ID-യിൽ നമ്മുടെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ വിസ്തൃതി, അതുപോലെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇവയെല്ലാം തന്നെ മുൻകൂട്ടി ലിങ്ക് ചെയ്തിട്ടുണ്ടാകും. ഇതുവഴി വളരെ വേഗത്തിലും എളുപ്പത്തിലും ആനുകൂല്യങ്ങളൊക്കെ തന്നെ കർഷകരിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ഇതുവരെയും ID എടുത്തിട്ടില്ലാത്ത എല്ലാ കർഷകരും എത്രയും വേഗം തന്നെ ഇതിനായിട്ട് അപേക്ഷിക്കുക. അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ID എടുക്കുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ ലഭ്യമാണ്. മുൻപ് മെയ് 30 ഇതിൻ്റെ കാലാവധി അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ വലിയൊരു വിഭാഗം കർഷകർ ഈ പദ്ധതിക്ക് പുറത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ സമയപരിധി ഇപ്പോൾ നീട്ടിയിട്ടുണ്ട്. നിലവിൽ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ഈ പദ്ധതിയെക്കുറിച്ച് ഇനിയും അറിയാത്ത കർഷകരിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ തന്നെ വളരെ വേഗത്തിലാക്കുന്നതിനുമായിട്ട് ഇപ്പോൾ പ്രത്യേക ക്യാമ്പയിനുകളും നമ്മുടെ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വരുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ജൂൺ 19 അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിനെ ആശ്രയിച്ചിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണം. പെൻഷൻ തുകയിൽ എന്തെങ്കിലും തരത്തിലുള്ള വർധനവ് ഉണ്ടാകുമോ, അത് എന്നു മുതൽ പ്രാബല്യത്തിൽ വരും എന്നതിലൊക്കെ തന്നെ ഈ ബജറ്റിൽ ഒരു തീരുമാനമുണ്ടാകും. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ വർദ്ധിപ്പിച്ച തുകയായിരിക്കും നമുക്ക് ഈ മാസം പെൻഷനായിട്ട് ലഭിക്കുക. അല്ലാത്ത പക്ഷം സാധാരണ ലഭിക്കാറുള്ള 2000 രൂപ തന്നെയായിരിക്കും ഈ മാസവും വിതരണം ചെയ്യുക. സാധാരണയായിട്ട് എല്ലാ മാസവും 25-ാം തീയതിക്ക് ശേഷമാണ് പെൻഷൻ വിതരണം നടക്കാറുള്ളത്. അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല. മുൻപ് ഇത് നൽകാനായിട്ട് വിട്ടുപോയ പഴയ പെൻഷൻ ഗുണഭോക്താക്കൾ മാത്രം നിലവിൽ സ്വന്തം പഞ്ചായത്തിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും. മുൻ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഏതാണ്ട് 2.5 ലക്ഷത്തോളം പേർ ഇനിയും ഈ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാനുണ്ട്. 2025 ഡിസംബറിൽ ഇവരുടെ പെൻഷൻ അത് റദ്ദാക്കപ്പെടേണ്ടതായിരുന്നു. എങ്കിലും താൽക്കാലികമായിട്ട് അത് പുനഃസ്ഥാപിച്ച് നൽകുകയായിരുന്നു. ഇപ്പോൾ ഇളവുകളോടുകൂടി 2026 ജൂൺ മാസം 30 വരെയാണ് ഈ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനായിട്ടുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ഗുണഭോക്താക്കളെ പഞ്ചായത്തിൽ നിന്നോ വാർഡ് മെമ്പർ വഴിയോ ഇതിനോടൊപ്പം തന്നെ അവരെ ഒരുപക്ഷെ വിവരം അറിയിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ളവർ ഒട്ടും വൈകിക്കാതെ തന്നെ എത്രയും വേഗം രേഖകൾ സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പെൻഷൻ പൂർണ്ണമായിട്ട് റദ്ദാക്കപ്പെടുന്നതിന് കാരണമാകും. അടുത്തത് വാർഷിക മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മസ്റ്ററിങ് ആരംഭിച്ചോ എന്ന് പലരും നമ്മളോട് ചോദിക്കുന്നുണ്ടെങ്കിലും നിലവിൽ വാർഷിക മസ്റ്ററിങ് ആരംഭിച്ചിട്ടില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. മിക്കവാറും ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും മസ്റ്ററിങ് നടപടികളൊക്കെ തന്നെ ആരംഭിക്കുക. ആ സമയത്ത് കൃത്യമായ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി പെൻഷൻ മസ്റ്ററിങ് നടക്കുന്നില്ല എന്നുള്ള കാര്യം എല്ലാ ഗുണഭോക്താക്കളും ഓർക്കുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള 3-ാം ദിനവും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള 3-ാം ദിനവും ആശ്വാസ ഇടിവ് തുടരുകയാണ്. പവന് 2200 രൂപ കുറഞ്ഞു. ഇന്നലെ 2026 ജൂൺ 6-ാം തീയതി ശനിയാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 275 രൂപ കുറഞ്ഞ് 14,000 രൂപയും പവന് 2200 രൂപ കുറഞ്ഞ് 1,12,000 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരെ മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.